ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം പാകിസ്ഥാനാണ് എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇസ്രായേൽ അങ്ങനെ പറഞ്ഞത് എന്നുള്ള ചോദ്യത്തിന് വലിയ ഒരു ഉത്തരമുണ്ട്. കാരണം ഇറാനെ ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള സകല പ്രേരണയും നൽകുന്നത് പാകിസ്ഥാനാണ് എന്ന വിവരം നേരത്തെ തന്നെ കൃത്യമായി ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. പാകിസ്ഥാനിലെ ശാസ്ത്രജ്ഞന്മാരെ ഉപയോഗിച്ചാണ് ഇറാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ഇസ്രായേലിന് കിട്ടിയ റിപ്പോർട്ട്. യൂറോപ്പിൽ നിന്ന് ന്യൂക്ലിയർ ബോംബിൻ്റെ ബ്ലൂ പ്രിൻറ്റുകൾ മോഷ്ടിച്ച് പാകിസ്ഥാൻ്റെ അണുബോംബ് നിർമ്മിച്ച പാകിസ്ഥാനി ലോക ശാസ്ത്രജ്ഞനായിരുന്നു അബ്ദുൾ ഖദീർ ഖാൻ എന്ന് പറയുന്ന വ്യക്തി. ഞാൻ ഈ പേര് ഇവിടെ പറയാനായിട്ടുള്ള കാരണം ഈ പേര് നിങ്ങൾ ഓർത്ത് വെച്ചുകൊള്ളുക. യൂറോപ്പിൽ നിന്ന് ബ്ലൂ പ്രിൻ്റ് മേടിച്ച് പാകിസ്ഥാനിലെ ന്യൂക്ലിയർ വെപ്പൺ വികസിപ്പിച്ച വ്യക്തിയായിരുന്നു ഈ അബ്ദുൾ കബീർ ഖാൻ എന്ന് പറയുന്ന വ്യക്തി. ഇയാളുടെ പേരൊന്ന് ഓർത്ത് വെച്ചേക്ക്. എന്തായാലും ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് പിന്നിലെ പ്രധാന കാരണം ടെഹ്റാൻ്റെ ആണവ പദ്ധതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രായേൽ മാരകമായ വ്യോമാക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും നടത്തിയതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ കാതലായിട്ടുള്ള ആണവ പദ്ധതി ഇറാൻ നിർമ്മിച്ചതല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മധ്യപൂർവേഷ്യൻ രാജ്യം മറ്റൊരു രാജ്യത്ത് നിന്ന് നിർണായകമായ വിവരങ്ങളും സാങ്കേതിക വിദ്യയും വൈദഗ്ധ്യവും നേടി അത് ഫലപ്രദമായി വിലയ്ക്ക് വാങ്ങി നിലവിൽ വന്നതാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ടെഹ്റാൻ്റെ നദാൻസിലെ യുറേനിയൻ സമ്പുഷ്ടീകരണത്തെക്കുറിച്ച് ലോകം ആശങ്കാകുലരാകുന്നതിന് മുമ്പാണ് ഇതെല്ലാം ആരംഭിച്ചത്. രാജ്യം ഇതിനകം തന്നെ ഒരു കുറുക്ക് വഴി കണ്ടെത്തിയിരുന്നു. പാകിസ്ഥാനിലെ ഒരു വഴിയാണിത്. അപകടകരമായിട്ടുള്ള കരിഞ്ചന്ത ആണവ ശൃംഖല നടത്തുന്നതിന് ലോകമെമ്പാടും കുപ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ് ഈ അബ്ദുൾ ഖദീർ ഖാൻ എന്ന് പറയുന്നത്. ഈ പാകിസ്ഥാൻ ആണവ ശാസ്ത്രജ്ഞനാണ് യഥാർത്ഥത്തിൽ ഇറാൻ നന്ദി പറയുന്നത്. അതായത് ആണവായുധങ്ങൾ, അതിൻ്റെ ബ്ലൂ പ്രിൻറ്റുകൾ, അതിൻ്റെ രൂപരേഖകൾ കരിഞ്ചന്തയിൽ കൊണ്ടുവിറ്റ് അതിനെ പാകിസ്ഥാൻ ഇറാന് കൊടുത്ത് അങ്ങനെയാണ്. അതായത് കരിഞ്ചന്ത എന്ന് പറയുമ്പോൾ ഇതൊന്നും ഒഫീഷ്യലായി നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ്. ഖാൻ യൂറോപ്പിൽ നിന്ന് മോഷ്ടിച്ച സെൻട്രിഫ്യൂജ് ഡിസൈനുകൾ, നിർണായക ഭാഗങ്ങൾ, ന്യൂക്ലിയർ ബോംബിൻ്റെ ബ്ലൂ പ്രിൻറ്റുകൾ എന്നിവ ഇറാന് വിറ്റിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. മലേഷ്യയിലെയും ദുബായിലെയും രഹസ്യ വഴികളിലൂടെ പാകിസ്ഥാൻ നിർമ്മിത ഘടനകൾ അദ്ദേഹം ഇറാനിലേക്ക് അയച്ചു. ഖാൻ്റെ ഭൂഗർഭ ശൃംഖലയിൽ നിന്നാണ് ഇറാൻ്റെ ആണവ പദ്ധതി വളർന്നത് എന്നത് മറ്റൊരു വസ്തുത കൂടെയാണ്. യൂറോപ്പിൽ നിന്ന് ആണവ ബോംബ് മോഷ്ടിച്ച് പാകിസ്ഥാൻ്റെ അണുബോംബ് നിർമ്മിച്ച ഒരു പാകിസ്ഥാൻ ലോഹ ശാസ്ത്രജ്ഞനായിരുന്നു അബ്ദുൾ ഖദീർ ഖാൻ. പിന്നീട് അദ്ദേഹം ആ അറിവ് പങ്കുവച്ചു. ആണവ സാങ്കേതിക വിദ്യയ്ക്ക് ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള കരിഞ്ചന്ത സൃഷ്ടിക്കുകയും ചെയ്തു. ഇറാൻ്റെ അഭിലാഷം മാത്രമല്ല അത് പൂർത്തീകരിച്ചത്, മറ്റ് പല രാജ്യങ്ങളും അവരുടെ അഭിലാഷങ്ങളും ഈ ആണവ കരിഞ്ചന്ത പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. 1970കളുടെ തുടക്കത്തിൽ യൂറോപ്യൻ ആണവ കൂട്ടായ്മയായിട്ടുള്ള യുറൈക്കോവിൽ ജോലി ചെയ്യുമ്പോഴാണ് ഈ AQ ഖാൻ ആണവ സാങ്കേതിക വിദ്യയിൽ തൻ്റെ പങ്കാളിത്തം ആരംഭിച്ചത്. ഈ സമയത്ത് അദ്ദേഹം രഹസ്യമായ സെൻട്രിഫ്യൂജ് ബ്ലൂ പ്രിൻറ്റുകൾ നേടുകയും പകർത്തുകയും ചെയ്തു. പിന്നീട് 75-ൽ ഈ സെൻസിറ്റീവ് വിവരങ്ങൾ കൈവശപ്പെടുത്തി ഇയാൾ പാകിസ്ഥാനിലേക്ക് മടങ്ങുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഹൂദയിലെ പാകിസ്ഥാൻ്റെ യുറേനിയൻ സമ്പുഷ്ടീകരണ പദ്ധതിയിൽ അബ്ദുൾ ഖദീർ ഖാൻ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ദേശീയ പ്രശസ്തി നേടിക്കൊടുത്തു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആണവ നിർവ്യാപനത്തിനായിട്ടുള്ള ആഗോള ശ്രമങ്ങൾക്ക് വിരുദ്ധമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 80കളിലും 90കൾക്കും ഇടയിൽ ഖാൻ ഒരു രഹസ്യ പൈപ്പ് ലൈൻ നിർമ്മിക്കുകയും ഷെൽ കമ്പനികളിലൂടെ ഇടനിലക്കാരിലൂടെയും പ്രവർത്തിച്ചുകൊണ്ട് തന്റെ തെറ്റുകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഖാൻ നിർമ്മിച്ച ശൃംഖല നിർണായകമായ ആണവ ഉപകരണങ്ങളും ബ്ലൂ പ്രിന്റുകളും നിരവധി രാജ്യങ്ങളിലേക്ക് കടത്തി. ഇറാൻ അതിലൊരു രാജ്യമായിരുന്നു. 1987-ൽ ദുബായിൽ വെച്ച് ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഖാന്റെ ഇടനിലക്കാരെ കണ്ടുമുട്ടിയപ്പോഴാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വിൽപ്പന നടന്നത്. സെൻട്രിഫ്യൂജ്, ബ്ലൂ പ്രിന്റുകൾ, സമ്പുഷ്ടീകരണത്തിനുള്ള ഒരു റോഡ് മാപ്പ്, അസംബ്ലി മാനുവലുകൾ എന്നിവ അടങ്ങിയ പ്രാരംഭ പാക്കേജ് ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. പാകിസ്ഥാൻ ബോംബ് വികസിപ്പിച്ച അതേ മോഡലുകളായിട്ടുള്ള P1, P2 സെൻട്രിഫ്യൂജുകളെ അടിസ്ഥാനമാക്കിയുള്ളവയായിരുന്നു ഇവ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2003-ൽ AQ ഖാന്റെ രൂപകൽപ്പനകളുമായി പൊരുത്തപ്പെടുന്ന സെൻട്രിഫ്യൂജ് ഘടകങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ലിബിയയിലേക്ക് പോകുന്ന ഒരു കപ്പൽ US ബ്രിട്ടീഷ് സേനകൾ പിടിച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെ ആണവ വ്യാപന ശൃംഖലയുടെ ഒരു പ്രധാന ഘടകം തുറന്നു കാട്ടിയിരുന്നു. ഈ കണ്ടെത്തൽ ലിബിയയെ അതിൻ്റെ ആണവായുധ പദ്ധതി നിർത്തലാക്കാൻ പ്രേരിപ്പിക്കുകയും ശൃംഖലയുടെ വ്യാപകമായിട്ടുള്ള പൊളിച്ചുമാറ്റലിന് കാരണമാവുകയും ചെയ്തു. AIEAയും പാശ്ചാത്യ ഇൻ്റലിജൻസ് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിൽ ഖാൻ ഉത്തര കൊറിയയ്ക്കും ഇറാനും നിർണായക വിവരങ്ങളും വസ്തുക്കളും വിറ്റതായി പറയുന്നു. ഇറാനിയൻ സൗകര്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളിൽ പാകിസ്ഥാനിയുടെ ഒപ്പുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് പാകിസ്ഥാൻ, ഇറാൻ, ലബനൻ, ഉത്തര കൊറിയ അങ്ങനെ പല രാജ്യങ്ങൾ ഈ ആണവ കരിഞ്ചന്തയിൽ നിന്നും ഈ AQ ഖാന്റെ സഹായത്തോടുകൂടി അണുവായുധങ്ങൾ വികസിപ്പിച്ചെടുത്തു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ ഇത്തരത്തിൽ ലോകരാജ്യങ്ങൾ ഫോർമലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം യാതൊരു കൂസലുമില്ലാതെ ഇല്ലീഗലായിട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇസ്രായേൽ പാകിസ്ഥാനെ ആക്രമിക്കുമെന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയും ആർക്കും തോന്നേണ്ട കാര്യമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.